ഹലോ ഫ്രണ്ട്സ്, അലീനയും മനുവിൻ്റെ വരാനിരിക്കുന്ന വിശേഷങ്ങളിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെല്ലാം ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഉറപ്പിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ നമ്മുടെ വൈജയന്തി നല്ല രീതിയിൽ ചോദ്യം ചെയ്തിട്ട് നിൽക്കുവാണ്. നമ്മുടെ ബാലചന്ദ്രനെ നിങ്ങൾ എവിടെ പോയതാ, നിങ്ങൾ അവിടെ പോയതാണോ, അവളുടെ കൂടെ പോയി കിടക്കാൻ പോയതാണോ, അല്ലെങ്കിൽ ആ വീട്ടിൽ പോയതാണോ, അല്ലെങ്കിൽ എവിടെയായിരുന്നു, റൂം എടുത്തതാണോ, അതായത് എന്നുള്ള ചോദ്യം, ഭയങ്കര ചോദ്യം. ഈ ചോദ്യം കണ്ടു നിൽക്കുന്ന മക്കൾക്ക്, അത് കൃഷ്ണമോക്കും ഭവിതയ്ക്കും രോഹിത്തിനൊന്നും പിടിക്കുന്നേ ഇല്ല. അപ്പം പിന്നെ തിരിച്ച് മറുപടി പറയുന്നുണ്ടെങ്കിലും പൂർത്തീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആൻസറുകളാണ്. അത് ഞാൻ എവിടെ പോയി, അത് മാത്രം നമ്പർ എവിടെ, അവളെ ഒന്ന് വിളിക്കാൻ നമ്പർ എന്നല്ല, അവളുടെ അഡ്രസ്സ് അവിടെ പോയി കണ്ടെന്ന് പറഞ്ഞില്ല. ആ അഡ്രസ്സിലേക്ക് എന്തുകൊണ്ട് അഡ്രസ്സ് എന്തുകൊണ്ട് പിള്ളേർക്ക് കൊടുക്കുന്നില്ല? നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ കൊണ്ട് പോകുന്നുള്ളത് ആരോടും പറയാതെ ഇത് രഹസ്യമായിട്ട് കൊണ്ട് നടക്കുന്നതിൻ്റെ ഉദ്ദേശം എന്നാ? മകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകളാണെന്നുണ്ടെങ്കിൽ ബാലചന്ദ്രൻ്റെ മകളാണെന്നുണ്ടെങ്കിൽ പറയുന്നതിന് വിഷയമില്ല. പക്ഷേ വേറെ വല്ല സെറ്റപ്പ് ആണെങ്കിൽ ഈ ഒളിച്ചുകളി. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വേലക്കാരികൾ ജോലി കഴിഞ്ഞ് വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ആ ജോലി വേലക്കാരികളുടെ പുറകെ പോകുന്നൊരു സ്വഭാവം യാതൊരു മുതലാളിമാർക്കും ഇല്ല. അതൊക്കെ എന്തുകൊണ്ട് കാണിക്കുന്നുള്ള ചോദ്യം ചെയ്യുന്നതിനെല്ലാം ഭയങ്കര ആൻസർ കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ നോക്കി നിൽക്കുന്ന, അല്ലെങ്കിൽ കേട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ബാലചന്ദ്രൻ ഉണ്ടായി. ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ബാലചന്ദ്രൻ്റെ അടുത്ത് പോയി നമ്മുടെ ഇതെല്ലാം ചർച്ച ചെയ്താണ്. ബാലചന്ദ്രൻ്റെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട്, അച്ഛാ, രോഹിത് ചോദിക്കുന്നുണ്ട്, അച്ഛാ, ഈ ചോദ്യങ്ങൾക്കെല്ലാം എന്തുകൊണ്ട് അച്ഛൻ നല്ല രീതിയിൽ ഒരു ഉത്തരം തരുന്നില്ല? കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ ചോദ്യം കറക്റ്റല്ല. അച്ഛൻ്റെ മകളാണെന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിർത്തുന്നതിനോ, അല്ലെങ്കിൽ പുറത്ത് ഇപ്പം വീട്ടിൽ നിർത്തല്ല, ഇപ്പം കൊണ്ടാക്കിയ സ്ഥലത്തിൻ്റെ അഡ്രസ്സോ കാര്യങ്ങളോ അന്വേഷിക്കുന്നതിന് വിഷയമില്ല. പക്ഷേ ഇതിപ്പം വേറെ ബന്ധം എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ അതിന് തക്കതായിട്ടുള്ള തെളിവ് അമ്മയ്ക്ക് കൊടുക്കുക. അങ്ങനെയല്ല, ഞാൻ അവളുമായിട്ട് എൻ്റെ മകളാണെന്നുള്ള രീതിയിലൊരു തെളിവ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിഷയമില്ലായിരുന്നല്ലോ. ഇതെന്തുകൊണ്ടാണ് പപ്പ അങ്ങനെ, അല്ല അച്ഛൻ അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ള രീതി, മോനെ നീ ഇവിടെ ഇരിക്കടാ എന്ന് പറഞ്ഞ് വിളിച്ചിരുത്തി, രോഹിത്തെ നീ ഇവിടെ ഇരിക്കുക, കാര്യങ്ങൾ പറയാന്നുള്ള രീതി പറഞ്ഞ് കുറേ നേരം ആലോചിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ പറയുന്നുണ്ട്, അതായത് ഒരു 10-23 വർഷത്തിന് മുമ്പേ ആഗ്ര കന്റോൺമെൻറ്റിൽ ഗംഗാധരേട്ടൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട്. അതായത് സ്റ്റാൻലി ജോസഫ് എന്ന പുള്ളിയുടെ പേര്. ആ പുള്ളിക്കാരന് വൈജയന്തി, അതായത് നിൻ്റെ അമ്മ അവിടെ കന്റോൺമെൻറ്റിൽ നിങ്ങളുടെ അങ്കിളിനെ, അമ്മാവനെ സഹായിക്കാൻ വേണ്ടി അവിടെ പോയി നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ പോയി നിന്നപ്പോഴത്തേക്ക് അവിടെ ആ സ്റ്റാൻലി ജോസഫ് എന്ന് പറഞ്ഞ വ്യക്തിയായിട്ട് നല്ല അടുപ്പം ഉണ്ടായതിന് ശേഷം പിന്നെ ഗംഗാധരേട്ടൻ ഡൽഹിക്ക് കയറി പോയപ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരനോട്ട് ഒരുമിച്ച് താമസിക്കുകയും കാര്യങ്ങൾ ചെയ്താണ് നിൻ്റെ അമ്മ. അങ്ങനെ അതിൽ ഉണ്ടായൊരു കൊച്ചാണ് ഈ അലീന എന്ന് പറഞ്ഞത്. ഇത് കേട്ട അത് കേൾക്കുന്ന ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് നമ്മുടെ രോഹിത്ത്. അച്ഛൻ എന്താ ഈ പറയുന്നതെന്ന് ചോദിക്കുക. അതെ, നിന്റെ അമ്മയിലുണ്ടായ മൂത്ത കൊച്ചാണ് അലീന ഉണ്ടായതിനു ശേഷമാണ്, വർഷങ്ങൾക്ക് ശേഷം, അത് കഴിഞ്ഞ് എൻ്റെ ഒരു ആഗ്രഹപ്രകാരം നിൻ്റെ അമ്മയെ കല്യാണം കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹപ്രകാരം കല്യാണം കഴിച്ചപ്പോൾ, ആദ്യത്തെ കല്യാണം എന്ന് പറയുമ്പോഴത്തേക്ക് അലീന ഉണ്ടായതിനു ശേഷം അത് കുഞ്ഞ് മരിച്ചു പോയി എന്നുള്ളൊരു തെറ്റിദ്ധാരണയിൽ വീട്ടുകാരെ എല്ലാവരും വീട്ടുകാരെല്ലാം വൈജയന്തി പറഞ്ഞ് പറ്റിച്ചു വെച്ചു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അവള് പിന്നെ ആ കാര്യം വിട്ടിട്ട് എന്നെ കല്യാണം കഴിച്ചു. പക്ഷേ 23 വർഷമായിട്ട് എന്നെ തോപ്പിച്ചുകൊണ്ട്, എന്നെ മറച്ചു വെച്ചുകൊണ്ട്, എന്നെ കളിപ്പിച്ചുകൊണ്ട്, എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിൻ്റെ അമ്മ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്ര നാളും പറയാണ്ടിരുന്നത്. പിന്നെ അവള് എൻ്റെ മകളല്ല, നിന്റെ ചേച്ചിയും, അതായത് വൈജയന്തി എന്ന് പറഞ്ഞ എൻ്റെ ഭാര്യയുടെ മകളാണ് അവള്. അതുകൊണ്ട് ആ ഒരു ബന്ധത്തിൽ ഞാൻ ഒരിക്കൽ പോലും തടസ്സം നിൽക്കുന്നില്ല. പക്ഷേ ഇത് ഇങ്ങനൊരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ അമ്മയുടെ അവസ്ഥ എന്താണെന്ന് അറിയാമോ? കാരണം നിൻ്റെ അമ്മയുടെ മകളാണ് എന്ന്, അതായത് വൈജയന്തിയുടെ മകളാണ് അവൾ എന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും വൈജയന്തിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, പ്രശ്നങ്ങൾ നീ ഒരിക്കലും ചിന്തിച്ച് നോക്കുന്നു. അപ്പോൾ നിനക്ക് മനസ്സിലാകും കാര്യങ്ങൾ എന്ന് പറയാം. അപ്പോൾ ശരിക്കും അച്ഛാ, അലിൻ്റെ ചേച്ചി എൻ്റെ ചേച്ചിയാണെന്ന് പറയാം. അതെ എന്ന് പറയുമ്പോഴത്തേക്ക്, കൂടാതെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് നീ ഇവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് ശരിക്കും അല്ല, അവൾ അലീന ഇവിടെ വന്ന് നിന്നപ്പോഴത്തേക്ക് അവളെ ഉപദ്രവിച്ച് നിൻ്റെ അമ്മയും നിൻ്റെ പെങ്ങന്മാരും, അതുകൂടാതെ നീയും ഹരിയും എല്ലാം ചേർന്ന് കൂൾ ഡ്രിങ്ക്സിനകത്ത് മയക്കുമരുന്ന് കൊടുത്ത് അവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതും, അവൾ സ്വയം കുത്തി നശിപ്പിക്കാൻ നോക്കി ആശുപത്രിയിലായി. അതിനുശേഷം ഇതെല്ലാം കത്ത് മുഖേന രേവതിക്കുട്ടി അറിയിക്കാൻ നോക്കിയപ്പോഴത്തേക്കാണ് ഇത് എനിക്ക് കണ്ടെത്താൻ പറ്റിയത്. അതുകൊണ്ടാണ് പറയുന്നത്, അവളെ ഉപദ്രവിക്കരുത്, അവളുടെ കൂടെ നിൽക്കണം എന്നുള്ള രീതി പല പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളത് കേട്ടില്ല. പിന്നെയും ഇതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ. ഉടനെ
രോഹിത്തിന് കരച്ചിൽ വരിക. കരച്ചിലെന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചീനെയാണല്ലോ ഞാൻ ഉപദ്രവിച്ചത്, എൻ്റെ ചേച്ചീനെയാണല്ലോ ഞാൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് എന്നുള്ള തോന്നൽ അങ്ങോട്ട് കയറി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് എനിക്ക് അറിയാതെ നിൽക്കുന്നത്. അച്ഛാ ഇതിപ്പം എന്തുകൊണ്ട് അച്ഛൻ പറഞ്ഞില്ല, എന്തുകൊണ്ട് അച്ഛന് നേരത്തെ ഇത് പറഞ്ഞുകൂടാ എന്ന് ചോദിക്കുക. അപ്പം നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ ഈ പറയുന്ന കാര്യത്തിലൊരു തെറ്റുണ്ട്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ചേച്ചിയെ കിട്ടും, വൈജയന്തിക്ക് വൈജയന്തിയുടെ മകളെ കിട്ടും. അപ്പം ഞാൻ അവിടെ ആരായി? അപ്പം ഒന്നുകിൽ ഞാൻ എൻ്റെ ഭാര്യ വൈജയന്തി വിട്ടകന്ന് പോകണം, രണ്ടാമത് വൈജയന്തി അല്ലെങ്കിൽ ഈ ലോകത്തുനിന്ന് വിട്ടു പോകും. കാരണം എന്നെ കളിപ്പിച്ച് 23 വർഷം കളിപ്പിച്ചതായിട്ടുള്ള വൈജയന്തിയുടെ വീട്ടുകാരെയും ഉപേക്ഷിച്ച് വൈജയന്തിയും കടന്നു പോകും. അപ്പം ഇതൊന്നും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയാണ്ടിരുന്നത്. അപ്പം ഈ ഭാരം ഇത് നിന്റെ തലയിൽ ഇപ്പം ഞാൻ തരുക. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം ഇത് നീയാ ചുമക്കേണ്ടത്. ഞാൻ നാളെ മരിച്ചു പോയെന്ന് പറഞ്ഞാലും അവളെ സംരക്ഷിക്കേണ്ടേ, അവളുടെ കൂടെ നിൽക്കേണ്ട ഒരു ആൾ നീ തന്നെയാ രോഹിത്തെ. അതുകൊണ്ട് നിന്നിൽ ഏൽപ്പിക്കുന്ന അച്ഛാ. ഇത് പറയുമ്പോഴത്തെ തന്നെ രോഹിതിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാര ഒഴുകി ബെഡിൽ വീഴുവാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അവൻ ചെയ്തു പോയ തെറ്റുകൾ കുറ്റങ്ങളെല്ലാം ഓർത്തുകൊണ്ടിരുന്നുണ്ട്. അത് കഴിഞ്ഞ് പറയാം, ഇനിയിപ്പം നീ ഇത് ആരോടും പറയാൻ നിൽക്കണ്ട, ഇത് നീ മനസ്സിൽ വെച്ചാൽ മതി. പിന്നെ നീ ഈ ചോദ്യങ്ങൾക്കൊക്കെ അല്ലെ ഈ വീട്ടിൽ ഇനി എനിക്കെതിരെ ചോദ്യങ്ങൾ ആരും ഉന്നയിച്ചെന്ന് പറഞ്ഞാൽ പോലും അതിന് തക്കതായിട്ടൊരു രീതിയിൽ ആൻസർ ഒരുപക്ഷെ നിനക്ക് കൊടുക്കാൻ പറ്റും. അത് മാത്രമല്ല എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാനും നിന്നെക്കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ ബാലചന്ദ്രൻ പറയണം. എന്നിട്ട് ശരി നീ എന്നാൽ പോയി കിടന്നുറങ്ങിക്കോ എന്ന് പറയുമ്പോഴത്തേക്ക് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരിക നമ്മുടെ രോഹിത്ത്. കരഞ്ഞുകൊണ്ട് ഇറങ്ങി വന്ന് അപ്പുറത്തെ റൂമിൽ ചെല്ലുമ്പോഴത്തേക്കും അപ്പുറത്തെ ബാലചന്ദ്രൻ കിടക്കാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്ക് അവിടുന്ന് തേങ്ങ അടിച്ചൊരു കരച്ചിൽ കേൾക്കുക. അപ്പം ബാലചന്ദ്രൻ കഥ തുറന്നു പോയി നോക്കുമ്പോഴത്തേക്ക് കോണിപ്പടിയിൽ ഇരുന്ന് കരയുക നമ്മുടെ രോഹിത്ത്. എടാ മോനെ, എടാ എന്താ നീ കാണിക്കുന്ന രോഹിത്തെ? നിനക്ക് എന്നെ പറ്റിയേ? ഞാൻ ഈ കാര്യം പറഞ്ഞാൽ നിനക്ക് ബുദ്ധിമുട്ടായോ? നിനക്ക് എന്താ പ്രശ്നം? നീ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. കാരണം നിൻ്റെ ചേച്ചിയല്ല അവൾ. കാരണം അവൾ ഏറ്റവും കൂടുതൽ അവളെ ഉപദ്രവിച്ച് നീയും ഹരി എല്ലാം ചേർന്ന് അവളെ ഉപദ്രവിച്ചിട്ട് പോലും ഏറ്റവും കൂടുതൽ സപ്പോർട്ടോടെ നിൻ്റെയും അവളുടെ എല്ലാവരുടെയും സപ്പോർട്ടോടെ നിന്നല്ലേ അവൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ സ്നേഹിച്ചല്ലേ ചോദിക്കുമ്പോൾ അതാ അച്ഛാ എൻ്റെ ഏറ്റവും വലിയ കുഴപ്പമായി മാറിയേക്കുന്നത്. കാരണം ഞാൻ ഓരോ കാര്യം ചെയ്തപ്പോഴും ചേച്ചി സഹിച്ച് അല്ലെങ്കിൽ ക്ഷമിച്ച് ഞങ്ങൾ കൂടുതൽ ഒരു അമ്മയെപ്പോലെ കൂടെ നിന്ന് സ്നേഹിച്ച ഒരു വ്യക്തിയാണ് അലിന ചേച്ചി. ആ ചേച്ചീനെ മനസ്സിലാക്കാൻ വിട്ടുപോയില്ല. ആ ചേച്ചിയുടെ കൂടെ നിൽക്കാൻ എന്നെ കൊണ്ട് സാധിച്ചില്ലല്ലോ. പക്ഷേ ഇപ്പം കയ്യിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞ് അച്ഛൻ ഇതൊരു 10 ദിവസം മുമ്പേ ഇവിടുന്ന് പോകുന്ന മുമ്പേ ചേച്ചി ഇവിടുന്ന് പോകുന്ന മുമ്പേ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരുപക്ഷെ വിടത്തില്ലായിരുന്നു. മാത്രമല്ല ഒരുപക്ഷെ എനിക്ക് കൊടുക്കാൻ പറ്റാതെ എന്നിൽ ബാക്കി വെച്ച സ്നേഹം പോലും ഞാൻ കൊടുത്തേനെ. കാരണം എൻ്റെ ചേച്ചിനെ ഏറ്റവും കൂടുതൽ അടുത്ത് അറിഞ്ഞ് ഏറ്റവും കൂടുതൽ സപ്പോർട്ടാണ്. അപ്പനില്ലാത്തൊരു സ്ഥാനത്ത് പോലും വേണം കാണാൻ എന്നെക്കൊണ്ട് സാധിച്ചേനെ. പക്ഷേ ഇതൊന്നുമില്ല. മാത്രമല്ല ഇപ്പം മുഴുവൻ നിൽക്കുന്നത് ഞാൻ ചെയ്തു പോയ തെറ്റ്, ഞാൻ ചെയ്തു പോയിട്ടുള്ള പാവങ്ങൾ മാത്രമാണ്, ചേച്ചിയോട് ചെയ്ത് ഉപദ്രവങ്ങൾ മാത്രമാണ് നിൽക്കുന്നത്. മാത്രമല്ല അമ്മ ബബി ഇവരെല്ലാം ചെയ്തതായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഓർമ്മ വരിക. ചേച്ചി ഈ വീട്ടിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ള വേദനകൾ. 23 വർഷം അനാഥയായിട്ട് ജീവിച്ചു. കൂടാതെ ഇപ്പം ഇവിടെ വന്നിട്ടും സ്വന്തം വീട്ടിൽ വന്നിട്ട് സ്വന്തം അമ്മയുടെ അടുത്തും സഹോദരങ്ങളടുത്തും വന്നിട്ട് പോയി അനുഭവിക്കേണ്ട വേദനകളെല്ലാം ചേച്ചി എന്തുമാത്രമാണ് അച്ഛാന്ന് പറയുന്നത്. എടാ മോനെ ഇതെല്ലാം സഹിക്കാനും ക്ഷമിക്കാനുള്ള മനസ്സും കരുത്തും ദൈവശക്തിയും അവൾക്കുണ്ട്. ദൈവം അവളുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇപ്പം നിൻ്റെ പിന്നെ അച്ഛൻ എന്തുകൊണ്ടാണ് ചേച്ചിനെ കൊണ്ട് വിട്ടത്, അല്ലെ എന്തുകൊണ്ടാണ് ചേച്ചിനെ ഇവിടെ മകളായിട്ട് ഏറ്റെടുത്തത് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഒന്നാമത്തെ കാര്യം കൊണ്ടുവിട്ടത് പറഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും മാത്രമല്ല, അവളിപ്പോൾ താമസിക്കുന്നത് അവളുടെ സ്വന്തം അച്ഛൻ്റെ അടുത്താണ്, സ്റ്റാൻലി ജോസഫ്. അതുകൊണ്ട് അവിടെ കൊണ്ടുപോയി പറ്റൂ എന്ന് പറയണം. അത് വെച്ചാണ് പറയണം സ്വന്തം അപ്പൻ്റെ അടുത്തോ? അത് സ്വന്തം അപ്പൻ്റെ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് നിൻ്റെ ചേച്ചിയായിട്ടോ അല്ലെങ്കിൽ വൈജയന്തിൻ്റെ മകളായിട്ടോ ഉള്ള രീതിയിലല്ല എനിക്ക് അവളുമായിട്ടുള്ള ബന്ധം. അവളുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അത്രമാത്രം പുണ്യം ചെയ്ത് അത്രമാത്രം സ്നേഹവതിയായ ഒരു കൊച്ചായതുകൊണ്ട് മാത്രമാണ് എനിക്ക് അവളോട്. കാരണം അത്രമാത്രം കരുണയുള്ള മനസ്സിൽ കരുണയുള്ളൊരു പെങ്കൊച്ചാണ് അവൾ. അപ്പോൾ അവളെ സ്നേഹിക്കാതെ ആരെ സ്നേഹിക്കാനാടാ എന്നൊക്കെ പറയണം. നീ കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടുകയാണ് ബാലചന്ദ്രൻ. അവനെ പറഞ്ഞു വിടുകയാണ് നമ്മുടെ രോഹിത്തിനെ പറഞ്ഞു വിട്ട് കഴിയുമ്പോൾ രോഹിത്ത് പോയി കിടന്ന് ഉറങ്ങാൻ പോകുമ്പം ചോദിക്കുന്നുണ്ട്. എന്നിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ഒരു ബാലചന്ദ്രൻ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്ക് ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നുണ്ട് രോഹിത്തിനാണ്. അപ്പോൾ രോഹിത്തിൻ്റെ കണ്ണൊക്കെ നോക്കുമ്പോഴത്തേക്ക് വീർത്ത് കെട്ടിയിരിക്കുന്ന കണ്ണൊക്കെ ചുമന്നിരിക്കുന്നത്. അപ്പം ചോദിക്കുന്നുണ്ട്, നീ ഇന്നലെ ഉറങ്ങിയില്ല രോഹിത്ത് എന്ന് ചോദിക്കും. അതുകൊണ്ട് അച്ഛാ അപ്പം ഒരു തപ്പനോട് കാര്യം പറയുവാണ്, നീ ഉറങ്ങിയില്ലെന്ന് എനിക്ക് മനസ്സിലായി, നീ ഉറങ്ങാതിരിക്കരുത്, നീ മോനെ
ഇതെന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ഉറങ്ങാതിരിക്കുന്നതിന് കാരണം? അച്ഛൻ ഞാൻ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളൊക്കെ പിന്നെയും പിന്നെയും ഓർത്ത് എനിക്ക് ഉറക്കം വന്നില്ല അച്ഛാ. പിന്നെ ഒരു കാര്യം അച്ഛനോട് എനിക്ക് പറയാനുണ്ട്. എത്രയും പെട്ടെന്ന് എനിക്ക് എൻ്റെ ചേച്ചിയെ കാണണം. എനിക്ക് ഒന്ന് കാലേ വീണാൽ കൊള്ളുന്നുണ്ട്. അത്രമാത്രം ചേച്ചിയോട് സംസാരിക്കണമെന്നുണ്ട്. എനിക്ക് ചേച്ചിയോട് കൂടുതൽ കുറച്ചാൾ ചേച്ചിയോട് കൂടെ നിന്നാൽ കൊള്ളുന്നുണ്ട്. ചേച്ചിയോട് സംസാരിക്കണം. അത് ഞാൻ ചെയ്തു പോയ പാവങ്ങൾക്കെല്ലാം ക്ഷമ ചോദിക്കണമെന്നുണ്ട്. എനിക്ക് ചേച്ചി എത്രയും പെട്ടെന്ന് കാണണം. അച്ഛനറിയാലോ, വീടറിയാലോ, എവിടെയാണെന്ന് എന്താണെന്ന് അറിയാലോ. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി അച്ഛൻ എന്നെ സഹായിക്കണം എന്നുള്ളത് പറയുവാണ്. അപ്പോൾ പറയുവാണ്, അതുകൊണ്ട് എന്തെങ്കിലും സഹായിക്കുന്ന നീ ഒന്ന് സമാധാനപ്പെട്ട് നോക്കട്ടെ, ഞാൻ അതിനുള്ള വഴിയും മാതിരികളൊക്കെ എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കാം. കാരണം ഇപ്പം പെട്ടെന്നൊന്ന് പോയിട്ട് വന്നാൾ ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല അവിടുത്തെ കാര്യങ്ങളല്ല. നമ്മളെ കരഞ്ഞ വൈജയന്തിയുടെ വീട്ടുകാരെ അടുപ്പിക്കരുതെന്നുള്ളൊരു തോന്നലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അവിടുത്തെ അതായത് അവിടുത്തെ സ്റ്റാൻലി ജോസഫ് എന്ന് പറഞ്ഞ അലീനയുടെ പപ്പ. കാരണം കഴിഞ്ഞാൽ അവളെ കിട്ടാൻ വേണ്ടി, അല്ലാതെ വൈജയന്തിയെ കിട്ടാൻ വേണ്ടി ഒരുപാട് പുള്ളി ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞ ശേഷം, അതായത് ഇപ്പോൾ 23 വർഷം മുമ്പുള്ള ആക്സിഡൻറ്റിന് ശേഷം ഒരുപാട് അലഞ്ഞു. ഈ വീട്ടുകാരെല്ലാം കള്ളത്തരം പറഞ്ഞ് പുള്ളിയെ അകറ്റി. അതുകൊണ്ട് ഈ വീട്ടുകാരുടെ എല്ലാം പുള്ളിക്ക് തീരാതായിട്ടുള്ള പകയും ദേഷ്യവും എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ പെട്ടെന്ന് കയറി ചെന്ന് ബന്ധം സ്ഥാപിക്കാൻ വന്നു കഴിഞ്ഞാൽ സ്വന്തം മകളെ നഷ്ടപ്പെടുമോ എന്നുള്ള തോന്നൽ പുള്ളിക്ക് എപ്പോഴും ഉണ്ടാകും. അപ്പം നമുക്കൊരു ഇപ്പം ഒരു പക്ഷേ അലീനയോട് പറഞ്ഞ അലീന വന്ന് കാണും. പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകുക എന്നുള്ളത് പെട്ടെന്ന് പോസിബിളായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് നീ ഒന്ന് ക്ഷമിക്കണം. അതുവരെ ഞാൻ എന്തെങ്കിലും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യാം. നിനക്ക് നിൻ്റെ വിഷമങ്ങളും നിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇത് നിൻ്റെ പെങ്ങന്മാരോടോ നിൻ്റെ അമ്മയോടോ ഒന്നും പറയാൻ നിൽക്കരുത്. ഇതിപ്പം ഞാനിത് ഗംഗാധരേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ്, അതായത് കത്ത് കിട്ടി, ആ കത്ത് പൊട്ടിച്ച് വായിച്ചതിന് ശേഷം അത് കിട്ടി കൺഫേം ചെയ്തതിന് ശേഷമാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയത്. അതായത് സ്റ്റാൻലി ജോസഫ് എന്ന ആളിലുണ്ടായ ഒരു കൊച്ചാണ് നല്ല ഒരു ഉണ്ടായ കൊച്ചിനെ ഉപേക്ഷിച്ചു, ഇന്ന സ്ഥലത്താണല്ലോ ഉപേക്ഷിച്ച് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെടുത്ത് അവിടെ നിന്നാണ്. അതുകൊണ്ട് ഈ വീട്ടുകാരോടെല്ലാം തീരാ പകയുണ്ട് നമ്മുടെ ഈ സ്റ്റാൻലി ജോസഫിന്. നമ്മൾക്ക് അതുകൊണ്ട് പെട്ടെന്ന് അടുത്ത് പോകാൻ പറ്റത്തില്ല. നിങ്ങൾ തന്നെ നീ എപ്പോൾ അതിനൊരു ഇച്ചിരി ക്ഷമയോടെ കാത്തിരിക്കുക. ഞാൻ അതിനുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞു. ഇപ്പം ഇത് അറിയുന്ന കാര്യങ്ങൾ ഇപ്പം കൃഷ്ണമോക്കറിയാം, എനിക്കും നിനക്കും പിന്നെ മനുവിനും മാത്രമേ അറിയാവുന്നുള്ളൂ. ബാക്കി പിന്നെ നിൻ്റെ അമ്മാവന്മാർക്കും അറിയാം. ബാക്കിയുള്ളവർക്കൊന്നും അറിയത്തില്ല. ആവശ്യമില്ലാത്ത രീതിയിൽ നിൻ്റെ വികാരങ്ങൾ പുറത്ത് കാണിച്ച്, നിൻ്റെ വിഷമങ്ങൾ പുറത്ത് കാണിച്ച്, ഇത് പൊട്ടിക്കരഞ്ഞ് ആവശ്യമില്ലാതെ എല്ലാവരും അറിയിച്ചില്ലാതാക്കരുത് എന്നുള്ള രീതി പറഞ്ഞ് നിർത്തുവാണ്. അപ്പം ഇതെല്ലാം കീർത്തനക്കാർ അടിപൊളി വിശേഷമാണ് ഈ 1-2 ആഴ്ചയിലേക്ക് കാണാൻ സാധിക്കുന്നത്. കാത്തിരി തന്നെ കാണാം. നിങ്ങൾ ഓരോരുത്തരെ സപ്പോർട്ട് ചോദിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോയിൽ നിന്ന് ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.